ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്കെന്തോ എപ്പിക്കിൻ്റെ ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇതെന്തായാലും അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കെന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, കമ്മിങ് സൂൺ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ എന്തൊരു ക്യാമ്പയിനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്തൊരു ജേഴ്സിയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇവരുടെ ക്യാമ്പയിനാണ്, ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ജേഴ്സി ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതിനുവേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഗൈസ്, പാക്ക് പറയുകയാണെങ്കിൽ പാക്കിലാകെ വന്നേക്കുന്നത് ഗൈസ് ഒരു ഷോർട്ട് ടൈം പാക്ക് വന്ന് എടുക്കുന്നുണ്ട്. സമ്മർ ട്രാൻസ്ഫറിൻ്റെ ഒരു ഷോർട്ട് ടൈം പാക്കാണ് ഗൈസ്. അതിനകത്തൊരു ബ്ലിസ് കേളർ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ പ്ലെയർ ഓഫ് ദീക്കാണ് മെയിനായിട്ടും. പ്ലെയർ ഓഫ് ദീക്കിൽ കിടിലും പ്ലേയേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ ഹാലൻഡ് ഉണ്ട്, പിന്നെ എൻട്രിക്കൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും പ്ലെയർ ഓഫ് ദീക്ക് ഒരു നല്ല പ്ലെയർ ഓഫ് ദീക്കാണ് ഗൈസ്. പിന്നെ നമുക്ക് ഗൈസ് ഈ പാക്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗൈസ് നമുക്കൊരു ജേഴ്സി ഫ്രീ ആയിട്ട് കിട്ടിയത് ഗൈസ്. ബാക്കിയുള്ള എല്ലാ പാക്കും അവന്മാർ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മറ്റേ പ്രീമിയം പാക്കെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. മാനേജർ പാക്ക് ഒഴിച്ച് പ്രീമിയം പാക്കെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഗൈസ്, ഒബ്ജക്റ്റീവിനകത്ത് കിട്ടില്ല ഒരു സംഭവം വന്നെടുക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് മാച്ച്, അതായത് ഓൺലൈൻ മാച്ചും ഓഫ്ലൈൻ മാച്ചും കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ സ്പിൻ കളക്ട് ചെയ്യാമെന്നാണ് ഗൈസ്. നിങ്ങൾക്ക് എപ്പിക്കിൻ്റെ ഫ്രീ സ്പിന്നാണ് ഗൈസ് കിട്ടാൻ പോകുന്നത്. അത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എപ്പിക്കിൻ്റെ ഫ്രീ സ്പിൻ കിട്ടും. ടോട്ടൽ 50 പ്ലേയേഴ്സ് അടങ്ങുന്ന ഒരു പാക്കാണ് ഗൈസ്. ഇത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പാക്കിൻ്റെ ഫ്രീ സ്പിൻ കിട്ടും. ഓക്കെ, ഇതിനകത്താണ് ഗൈസ് നമ്മുടെ പ്ലെയർ ഓഫ് ദീൻ്റെ ഫ്രീ സ്പിൻ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ നമ്മുടെ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഓൺലൈൻ മാച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 50 ക്ലബ് കോയിൻ്റെ ഇവൻ്റ് എടുപ്പുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. ഇതിനകത്താണ് 50 ക്ലബ് കോയിൻ്റെ ഇവൻ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാച്ച് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 ക്ലബ് കോയിൻ കിട്ടുന്നതായിരിക്കും ഗൈസ്. പിന്നെ വേറെ ഇനിയിപ്പോൾ വേറെ എന്താണ് ഗൈസ്, വേറെ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല ഗൈസ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ന്യൂ ഈ ഫുട്ബോൾ വെർഷൻ കമ്മിങ് സൂൺ. 24 എന്തായാലും എൻ്റെ ആവാറായിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ ഒരു ഫ്രീ സ്പിൻ നമുക്ക് തന്നേക്കണത്. അതെന്തായാലും കിഡിലായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ പാക്കിനകത്ത് ആകെ ടോട്ടൽ 50 പ്ലേയേഴ്സ് ഉള്ളൂ ഗൈസ്. അതിനകത്ത് 5ഉം എപ്പിക് പ്ലേയേഴ്സാണ് ഗൈസ്. അപ്പോൾ കിട്ടാൻ കുറച്ച് ചാൻസ് കൂടുതലുണ്ടെന്ന് പറയാം. നമുക്ക് ഏകദേശം ഒരു 17 ഫ്രീ സ്പിൻ എന്തോ കിട്ടുമെന്നാണ് എനിക്ക് തോന്നണത്. എല്ലാ ദിവസവും ഓരോ ഫ്രീ സ്പിൻ വെച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ മാക്സിമം എല്ലാവരും കയറി കളക്ട് ചെയ്യാൻ നോക്കുക ഗൈസ്. ഒരേ പിക്കെങ്കിലും കിട്ടാതിരിക്കില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പാക്ക് ഓപ്പണിങ്ങിലേക്ക് പോകാം ഗൈസ്. ഈ പാക്കാണ് ഞാൻ പറഞ്ഞത്, 50 പ്ലേയേഴ്സും ഉള്ളു ഗൈസ്. അപ്പോൾ 5 പ്ലേയേഴ്സും എപ്പിക് പ്ലേയേഴ്സാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പ്ലേയേഴ്സാണ് ഗൈസ് വന്നേക്കുന്നത് എപ്പിക്കായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പിക്കൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ആരെ കിട്ടിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാമല്ലോ ഗൈസ്. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കാം. പ്ലെയർ ഓഫ് ദി വീക്ക് നമുക്ക് കറക്കാം ഗൈസ്. ഓക്കെ, പ്ലെയർ ഓഫ് ദി വീക്കിൽ എനിക്ക് ടാർഗറ്റ് എന്ന് പറയാൻ ഹാലൻഡ് ടാർഗറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻട്രിക്ക് ടാർഗറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ AMF അവൻ ഹോൾ പ്ലെയർ ആയിട്ടാണ് ഗൈസ് ഈ പ്രാവശ്യം വന്നേക്കണേ. അപ്പോൾ ഹാലൻഡാണ് ഗൈസ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയാൻ. ഹാലൻഡ് അതുപോലെ തന്നെ എൻട്രിക്ക് ഗൈസ് കിട്ടിക്കഴിഞ്ഞാൽ സീനായിരിക്കും ഗൈസ്. എൻ്റെ ഒരു പ്ലെയർ ഓഫ് ദി ഒരു ഹാലൻഡ് ഉണ്ട്, ബൂസ്റ്റർ കാർഡ് ഇരിക്കുന്നുണ്ട് ഗൈസ്. പക്ഷേ പുള്ളിയുടെ പ്ലേയിങ് സ്റ്റൈൽ വേറെയാണ്. ഈ ഹാലൻഡ് ഗോൾ പോച്ചറായിട്ടാണ് ഗൈസ് വന്നേക്കണേ. അപ്പോൾ പുള്ളിന് വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പോൾ ഹാലൻഡിനെ കിട്ടുമല്ലോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നോക്കാം ഗൈസ്, ആരെ കിട്ടുമെന്ന് നോക്കാം എന്തായാലും. അപ്പോൾ ഗൈസ്, നിങ്ങൾ പ്ലെയർ ഓഫ് ദിക്കുന്നൊക്കെ ആരെ കിട്ടിയെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്തായാലും നമുക്ക് ഫ്രീ സ്പിൻ എന്തായാലും എടുക്കാം ഗൈസ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസമാണ് ഗൈസ് ഉള്ളൂ നമ്മുടെ 2025 അപ്ഡേറ്റ് വരാൻ. നമ്മളിപ്പോൾ വന്നേക്കണ എപ്പിക് പാക്ക്, അതായത് റോബർട്ടോ കാർലോസൊക്കെ ഉള്ള എപ്പിക് പാക്ക് തീരുന്നത് 12-ാം തീയതിയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും 19-ാം തീയതി ആയിരിക്കും അപ്ഡേറ്റ് വരാൻ ചാൻസ് കൂടുതലും. ഓക്കെ ഗൈസ്, ഇതാരാന്നൊക്കെ നോക്കാം. പ്ലെയർ ഓഫ് ദി ഇതിൻ്റെ ഫ്രീ സ്പിൻ നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട്. ഇതാരാണ് ഗൈസ്, ആരാണ്? ഹാലൻഡ് അല്ല ഗൈസ്. എടാ, ഇത് ഗോൾ കീപ്പറാടാ. എനിക്ക് ഗോൾ കീപ്പറിനെ വേണ്ട കൊനാമി ഗൈസ്. എന്തിനാണ് എനിക്ക് ഗോൾ കീപ്പറിനെ വേണ്ടായിരുന്നു. എന്തിന് തന്നു ഗോൾ കീപ്പറിന്? ഗൈസ്, പ്ലെയർ ഓഫ് ദിക്ക് തേഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഒരു 100 കോയിന് എന്തായാലും സ്പിൻ എടുക്കാം ഗൈസ്. ഓക്കെ, ക്യാൻസലൊക്കെ ചെയ്ത് ചുമ്മാ കറക്കി നോക്കാം.
ഈ പ്രാവശ്യമെങ്കിലും ഹാലൻഡിനെ കിട്ടുമല്ലോ നമുക്ക് നോക്കാം ഗൈസ്. 100 കോയിനാണ്. കൊനാമി പ്ലീസ് ഗീവ് മീ എപ്പിക്. ഗീവ് മീ ഹാലൻഡ്. എപ്പിക് എന്ന് പറഞ്ഞു പോയി ഗൈസ്. ഗൈസ് ഉള്ളിൽ പച്ച കളറൊക്കെ ഉണ്ട്. എനിക്ക് തോന്നണത് ഹാലൻഡാന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഹിയർ വി ഗോ. ഇംഗ്ലീഷിലേക്ക് ഗൈസ് ഇത് ചെൽസിയുടെ പ്ലെയറാണ് ഗൈസ്. 11-ാം നമ്പർ. ആരാണിത്? ഓ ഗൈസ് ബൂസ്റ്റർ പ്ലെയറാണ്. ബൂസ്റ്റർ കാർഡാണ് ഗൈസ്. എന്തായാലും കളിപ്പിച്ച് നോക്കാം ഗൈസ്. എനിക്ക് ഹാലൻഡിനെ ആയിരുന്നു വേണ്ടത്. എന്തായാലും നമുക്ക് ഒരു 100 കോയിൻ കൂടി സ്പിന്നെടുക്കാം ഗൈസ്. ഒരു 100 കോയിൻ കൂടി നമുക്ക് എന്തായാലും സ്പിന്നെടുക്കാം. ഓക്കെ. കൊനാമി പ്ലേസ് ഹാലൻഡ്. ഹിയർ വി ഗോ ഹാലൻഡ്. ഗൈസ് ഹാലൻഡിനെ കിട്ടുമല്ലോ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഗൈസ്. അപ്പോൾ നമുക്ക് ഹാലൻഡിനെ കിട്ടുമല്ലോ നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഒരു എപ്പിക്കെങ്കിലും നമുക്ക് അതിനകത്തുനിന്ന് കിട്ടാതിരിക്കില്ല ഗൈസ്. അങ്ങനെയാണ് എനിക്ക് തോന്നണത്. കാരണം അത്രയും ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത്രയും 5 എപ്പിക്ക് ഉണ്ട് ഗൈസ്. ഓക്കെ, 50 പ്ലേയേഴ്സേ ഉള്ളൂ. ചിലപ്പോൾ കിട്ടുമായിരിക്കും. എന്തായാലും ഗൈസ് ഞാനെന്തായാലും ആ ഫ്രീ സ്പിന്നെല്ലാം കൂട്ടി വെച്ചിട്ടാണ് ഗൈസ് ഞാൻ കറക്കുന്നുള്ളൂ. അങ്ങനെ കറക്കുമ്പോൾ കിട്ടാൻ കുറച്ച് ചാൻസ് കൂടുതലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിനകത്തുനിന്ന് ആരെ കിട്ടുമെന്ന് നോക്കാം. എന്തായാലും ഹിയർ വി ഗോ. കൊനാമി പ്ലീസ് ഹിയർ വി ഗോ. ഹാലൻഡ് താടാ. കൊനാമി പ്ലീസ് ഹാലൻഡിന് കിട്ടുമോ ഗൈസ്? ഇല്ല ഗൈസ്, ഉള്ളിൽ കളറും കാര്യങ്ങളൊന്നും ഇല്ല. മേളിൽ പടക്കമൊക്കെ പൊട്ടുന്നുണ്ട് ഗൈസ്. ഇതാരാണ്? എടാ കൊനാമി എന്തെന്നാടാ ഇത്രയും കോയിൻ പൊട്ടിച്ചാലേ ഗൈസ്? ടാർഗറ്റിനെ കിട്ടിയില്ല. ഏതോ ഒരുത്തനൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്. കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഈ വീഡിയോ. ബൈ ഗൈസ്, ബൈ. അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടുന്ന ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും.